പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാതവന്ദനം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ തന്നെ ആടുകളുടെ വാതിലാകുന്നു. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. വളരെ മനോഹരമായ ഒരു ഉപമാനത്തിലൂടെ യേശു താൻ ആരാണ് എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. പഴയ കാലത്ത് ആട്ടിൻകൂട്ടത്തെ രാത്രികാലങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിക്കാൻ മതിലുകളുള്ള പ്രത്യേക ആട്ടിൻ തൊഴുത്തുകളുണ്ടായിരുന്നു. ഇതിന് ഒരേ ഒരു പ്രവേശന കവാടം അഥവാ വാതിലുണ്ടായിരുന്നുള്ളൂ. അതുപോലെയാണ് ദൈവരാജ്യത്തിലേക്കും നിത്യജീവന്റെ രക്ഷയിലേക്കും പ്രവേശിക്കാനുള്ള ഒരേ ഒരു വഴി യേശു മാത്രമാകുന്നു എന്നുള്ളത് യേശു പഠിപ്പിക്കുകയാണ്. തന്നിലൂടെ മാത്രമേ രക്ഷ നേടാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് യേശു പഠിപ്പിക്കുന്നു. രാത്രിയിൽ ആടുകളെ തൊഴുത്തിൽ കയറ്റിയ ശേഷം ഇടയൻ ആ വാതിലിൽ കിടന്നുറങ്ങുകയായിരുന്നു പതിവ്. അതായത് ഇടയൻ തന്നെയാണ് ആടുകൾക്ക് വാതിലായി മാറുന്നത്. വന്യമൃഗങ്ങളോ കള്ളന്മാരോ അകത്ത് കടക്കണമെങ്കിൽ ഇടയനെ മറികടന്ന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. അതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പൂർണ്ണ സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുന്ന ദൈവമാണ് യേശു. എൻ്റെ അടുക്കൽ വരുന്നവനെ ആരും ഒരു നാളും പിടിച്ചു പറിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. യേശുവിൽ ആശ്രയിക്കുന്ന, യേശുവിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വം അത്ഭുതകരമാണ്. മാത്രമല്ല, ആടുകളുടെ വാതിലെന്ന് പറയുമ്പോൾ യേശുവിന് മുൻപോ അതിനുശേഷമോ ജനങ്ങളെ വഴിതെറ്റിക്കാൻ ഇഷ്ടം പോലെ വ്യാജ ഉപദേഷ്ടാക്കന്മാരുണ്ടായിട്ടുണ്ട്. അവരെ കള്ളന്മാരോട് ആണ് യേശു ഉപമിച്ചത്. കള്ളൻ വന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണെന്ന്. വാതിലിലൂടെ അല്ലാതെ മറ്റു വഴികളിലൂടെ കയറാൻ ശ്രമിക്കുന്ന ആടുകളെ നശിപ്പിക്കാൻ വരുന്നവരാണ് ഇവർ. എന്നാൽ യേശു എന്ന വാതിലിലൂടെ അകത്ത് വരുന്നവർക്ക് ആത്മീയമായ ജീവനും സമൃദ്ധിയും ശ്രേഷ്ഠമായ മേച്ചിലും ആടുകൾക്ക് ആശ്വാസവും ഒക്കെ ലഭിക്കുന്നു എന്നുള്ളത് എത്ര സന്തോഷകരമാണ്. ദൈവമായുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കാനും പൂർണ്ണമായ ആത്മീയ സംരക്ഷണം ലഭിക്കുവാനും യേശുക്രിസ്തു മാത്രമാണ് യഥാർത്ഥ പ്രവേശന മാർഗം, വാതിൽ എന്നുള്ളത് ഈ വിശേഷണത്തിലൂടെ കർത്താവ് വ്യക്തമാക്കുകയാണ്. ആടുകൾ പൊതുവെ ഹ്രസ്വദൃഷ്ടിയുള്ളവരും സ്വന്തമായി മേച്ചിൽ തേടി കണ്ടുപിടിച്ച് സമൃദ്ധമായ അനുഭവത്തിലേക്ക് വരാൻ കഴിവുള്ള ഒരു മൃഗമൊന്നുമല്ല. ശാന്തപ്രകൃതിയുള്ള ഒരു മൃഗമാണ്. ശത്രുക്കളോട് എതിർത്ത് നിന്ന് ജയിക്കാനുള്ള കരുത്തൊന്നും സാധാരണ ആടുകൾക്കില്ല. എന്നാൽ ആടുകൾക്ക് ഇവയെല്ലാം നൽകുന്ന ആടുകളുടെ വാതിലും സംരക്ഷണവും എല്ലാം യേശു കർത്താവാണ്. മനുഷ്യരെ ആടുകളോട് ദൈവം ഉപമിക്കുകയാണ്. ഇടയൻ്റെ ശബ്ദം കേട്ട് ഇടയൻ്റെ അരികിൽ വന്ന് ഈ വാതിലിലൂടെ അകത്ത് കിടക്കുന്ന, യേശു എന്ന വാതിലിലൂടെ അകത്ത് കിടക്കുന്ന ഒരാളും ജീവിതത്തിൽ നശിച്ചു പോകുകയില്ല, അനാഥരായി പോകുകയില്ല. അവരൊരിക്കലും ഉപേക്ഷിക്കപ്പെടുകയില്ല.
അവരുടെ സംരക്ഷണവും അവരുടെ സമൃദ്ധിയും ഒക്കെ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ ആശ്രയിക്കുക, യേശുക്രിസ്തുവിലൂടെ സഞ്ചരിക്കുക. ആ വാതിൽ ദൈവത്തെങ്കിലേക്കുള്ള ഒരേ ഒരു പ്രവേശന കവാടമാണ്. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയിലേക്കുള്ള പ്രവേശന കവാടമായ യേശുവിലൂടെ അകത്തു വന്ന് യേശു നൽകുന്ന ആ സംരക്ഷണവും മേച്ചമായ മേച്ചിൽപ്പുറങ്ങളും ഒക്കെ അനുഭവിപ്പാൻ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും അവിടെ നിന്ന് കൃപ നൽകണമേ. അങ്ങയുടെ സഹിതം നിരന്ന ശുഭത ഇന്ന് പ്രഭാതത്തിൽ നിന്റെ ജനം അനുഭവിക്കട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് വരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.